ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കയ്പ്പയ്ക്ക കറിയാണ്. ഈ ഒരു കയ്പ്പയ്ക്ക കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം കഴിക്കുമ്പോൾ മീൻകറിയുടെ ടേസ്റ്റ് ആയിരിക്കും, എന്നാൽ മീൻകറി അല്ല. അപ്പം നമ്മൾ അങ്ങനെയാണ് കയ്പ്പയ്ക്ക കറി വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വലിയ കയ്പ്പയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഈ കയ്പ്പയ്ക്കായ നന്നാക്കി എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ കയ്പ്പക്കായുടെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇതിനും ചെറുതാക്കി അരിഞ്ഞാനായിട്ട് നോക്കണില്ല കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ അരിഞ്ഞെടുക്കുന്ന ഈ കയ്പ്പക്കായുടെ കഷ്ണങ്ങൾ പരമാവധി നൈസാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രം നോക്കിയാൽ മതി. അപ്പം ഞാനിത് അരിഞ്ഞെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ ഇതേപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പരമാവധി നൈസായിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ തീരെ പറ്റണില്ല, നമുക്ക് നമ്മുടേതായ ഒരു ഇതിൽ തന്നെ പറ്റണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നൈസായിട്ട് അരിഞ്ഞെടുത്താൽ അത്രയും നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ ഫൈനലി നമ്മുടെ കയ്പ്പക്കായ എല്ലാതും ഇതേപോലെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കയ്പ്പക്കായ്ക്ക് നല്ല പോലെ കയ്പ്പുള്ള ഒരു വെജിറ്റബിൾ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ ചെയ്താലും കയ്പ്പക്കയുടെ മൊത്തത്തിലുള്ള കയ്പ്പൊന്നും കളയാൻ പറ്റില്ലെങ്കിലും ഒരു പരിധി വരെ കയ്പ്പക്കയുടെ കയ്പ്പ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് തൈര്, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ കണ്ടില്ലേ കുറച്ച് തൈര്, ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണാണ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഇത് കയ്പ്പയ്ക്കയിൽ പുരട്ടി വയ്ക്കുക. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്ന സ്റ്റെപ്പ് കേട്ടോ. തൈരും ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ശേഷം പച്ചവെള്ളത്തിലിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്പ്പക്കയുടെ ഒരു പരിധി വരെയുള്ള കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നല്ല കയ്പ്പുള്ള കയ്പ്പക്കായ ആണെങ്കിൽ അതിനൊരു പച്ചക്കുത്തുണ്ടാവും. ആ ഒരു പച്ചക്കുത്തും പോയി കിട്ടും. അപ്പോൾ ഒരിക്കലും മൊത്തത്തിലുള്ള കയ്പ്പൊന്നും പോവില്ല. കാരണം എന്താ വെച്ചാൽ കയ്പ്പക്കായല്ലേ, ഒരു കയ്പ്പ് ഉണ്ടാവില്ലോ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു പച്ചക്കുത്തും അതുപോലെ തന്നെ കയ്പ്പും കുറയ്ക്കാം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കയ്പ്പക്കായ എന്ന് പറയുന്നത് അത്രയും നല്ലതാണ്. ഡയബറ്റിക് ആയ പേഷ്യൻസിനും അല്ലാത്തവർക്കും കഴിക്കണത്, ഇടയിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും പരമാവധി കയ്പ്പക്കൊക്കെ കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാനിപ്പോൾ കയ്പ്പയ്ക്ക കറി വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കയ്പ്പയ്ക്ക കറിക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പകുതി സവാളയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് അരിഞ്ഞതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് അതുകൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ചട്ടിയിലേക്ക് ഞാൻ ഇതെല്ലാമാണ് അരിഞ്ഞിട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരപ്പാലാണ്. ഞാനിപ്പോൾ ഒരു ഫുൾ നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള നാളികേരം എന്ന് പറയുമ്പോൾ ചെറിയ നാളികേരമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മുഴുവൻ നാളികേരം എടുത്തത്. നിങ്ങളുടെ നാളികേരം വലുതാണെങ്കിൽ ഒരു പകുതി മുറിയൊക്കെ എടുത്താൽ മതിയാവും. അതുപോലെ ഞാൻ ചെറിയ മിക്സ് ചെയ്ത ജാറില്ലേ അതിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ അരച്ചെടുക്കുക. നമുക്ക് പാല് മാത്രം എടുത്താൽ മതി. ഞാൻ അരച്ചൊഴിക്കുകയല്ല ചെയ്യുന്നത്, നാളികേരപ്പാലാണ് എടുക്കുന്നത്. നാളികേരപ്പാൽ വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നാളികേരം അരച്ചൊഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1-ാം പാല് ആണിത്. ഇതെന്ന് പറയുമ്പോൾ 250 ml കപ്പില്ലേ, അതുകൊണ്ട് 1 കപ്പ് പാലാണെങ്കിൽ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്ന് പറയുന്നത് 2-ാം പാലും 3-ാം പാലാണ്. ഞാനിപ്പോൾ 2-ാം പാലും 3-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണില്ല, ഒരുമിച്ച് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് 2-ാം പാല്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-ാം പാലും 3-ാം പാലും ഞാൻ ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 250 ml കപ്പ് കൊണ്ട് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ അതിലേക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കയ്പ്പയ്ക്ക കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് ഈ പാലിലാണ്. 1-ാം പാൽ നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി കയ്പ്പയ്ക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. തൈരും ഉപ്പും ഇട്ട് വെച്ചിട്ടുള്ള കയ്പ്പയ്ക്ക കഷ്ണങ്ങളെല്ലാം നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ.
നമ്മൾ തൈര് ഇടുന്നതിന് മുന്നേ ഒരു കയ്പയ്ക്ക കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കുക. തൈര് ഇട്ടതിന് ശേഷം നോക്കി നോക്കുക. അപ്പോൾ ശരിക്കും മനസ്സിലാവും ആ കയ്പിൻ്റെ എത്ര വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇതേ നമുക്കിനി ഈ കയ്പയ്ക്ക കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് ചേർക്കാനായിട്ട് നോക്കാം. ഇനി നമുക്കിതിലേക്കെല്ലാം പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം. അതൊക്കെല്ലാം ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊക്കെയാണ് പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ്. കണ്ടില്ലേ, ഏകദേശം ഇത്ര വലിപ്പമുള്ള 2 കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുടംപുളിയുടെ പുളി ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയും തക്കാളിയും കയ്പയ്ക്കയും അതുപോലെ തന്നെ പൊടികളും വെളിച്ചെണ്ണയ്ക്കില്ലേ എല്ലാം നല്ലപോലെ മിക്സായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈവച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവച്ച് തന്നെ പരമാവധി മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ മുളക് എങ്ങാനും കയ്യിലായി കഴിഞ്ഞാൽ എരിയും എന്നുണ്ടെങ്കിൽ ചട്ടകം വെച്ചിട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൈ വെച്ച് ചെയ്യുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ പരമാവധി കൈ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഞാൻ കൈ വെച്ചിട്ട് നല്ലപോലെ കണ്ടില്ല, ഇതുപോലെ തന്നെ നല്ലപോലെ ഉടച്ചെടുക്കണം. അങ്ങനെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ ശരിക്കും ആ പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ആ പൊടികളും എല്ലാം കൂടി മിക്സ് ആയിട്ട് പ്രത്യേക ഒരു സ്മെല്ലാണ് വരിക. ആ ഒരു സ്മെല്ല് പ്രത്യേക ഒരു സ്മെല്ലാണ്. അതൊന്നും നമ്മൾ ചട്ടം വെച്ച് മിക്സ് ചെയ്താലൊന്നും ആ ഒരു സ്മെല്ല് വരില്ല. നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് ആ ഒരു ഇത് വരിക. അപ്പോൾ അതേ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. 250 ml കപ്പ് കൊണ്ട് 2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2 പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. വെന്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ കറി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം. കാരണം കയ്പയ്ക്ക കഷ്ണങ്ങളൊക്കെ വെന്ത് വരണ്ടേ. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള പാല് ഒന്ന് വറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം, ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതേ കറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്പയ്ക്ക കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1 പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. 1 പാൽ ഒഴിച്ചതിന് ശേഷം കറി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്താലും മൺചട്ടിക്കായ കാരണം ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് നിൽക്കും. അതിനെ കാര്യമാക്കണ്ട. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ച് വയ്ക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു 10 അല്ലി ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. അതുവരെ നമുക്കിത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം ഇത് കറിയിലേക്ക് ഒഴിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അതുപോലെ തന്നെ ഒരു നുള്ള് ഉലുവപ്പൊടി ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ഫ്ലേവറും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ആകെ കരിഞ്ഞു പോകും. എന്നാൽ മുളക് പൊടി ചൂടാവാനുള്ള മൂത്ത് വരാനുള്ള ചൂട് കണ്ട ഈ അതിലത്തെ വെളിച്ചെണ്ണയ്ക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ ആ കയ്പ്പയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മൾ സദ്യയിലൊക്കെ കഴിക്കാറില്ലേ കയ്പ്പയ്ക്ക മീൻകറി, ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.